ഹായ് നമസ്കാരം, ഡെന്നിസീപ്പനാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ പുഷ്പമേള നടക്കുന്ന ഉദ്ഘാടനമായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, പൂരം കൊടിയേറുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ തിരുവല്ല ഉണരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ മാത്യു ടി തോമസ് നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പുഷ്പമേളയുടെ ആദ്യ ദിനങ്ങളാണ്. ആദ്യ ദിനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ കയറുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു നല്ല വള്ളം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് സുന്ദരമായ രീതിയിൽ തന്നെ, അതുപോലെ സെൽഫി പോയിന്റുകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുഷ്പങ്ങളാണെങ്കിലും കാണാൻ നല്ല സൗന്ദര്യമുള്ള പുഷ്പങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വന്ന ഗസ്റ്റിൻ്റെയൊക്കെ മുഖത്താണെങ്കിലും ആ സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷ രീതിയിൽ തന്നെ പുഷ്പങ്ങളൊക്കെ ആസ്വദിച്ച് വരികയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട MLAയുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമുക്ക് ചെവി ഓർക്കാം. 2026 പുഷ്പോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ടീം വർക്കായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. തിരുവല്ലയിലെ ജനങ്ങൾക്ക് എല്ലാ വിഭാഗീയതയും മറന്ന് കുറച്ച് ദിവസം സന്തോഷിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമാണ്. മെച്ചപ്പെട്ട ക്രമീകരണങ്ങളാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നാട്ടിലെ എല്ലാവരും ഈ പുഷ്പോത്സവം വന്ന് കണ്ട് ആസ്വദിക്കണം. നമുക്ക് ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകാൻ ഒരുമയുടെ ഒരു വലിയ സന്ദേശമായി ഇത് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. തിരുവല്ല ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുഷ്പോത്സവമാണ് ഇന്ന് തിരുവല്ലയിൽ നടക്കാൻ പോകുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും, അതായത് കുട്ടികൾക്ക്, മുതിർന്നവർക്ക് എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാ വിഭവങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കലാപരിപാടികളാണെങ്കിൽ, അതുപോലെ വിനോദ ഇനങ്ങളാണെങ്കിൽ, അതുപോലെ നമ്മുടെ ഭക്ഷണത്തിന്റെ ആണെങ്കിൽ വിവിധതരം വൈവിധ്യമാർന്ന ഫുഡ് കോർട്ട്, നമ്മുടെ സ്കൈ ഡൈനിങ് ഉൾപ്പെടെ കുട്ടികൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായി ഈ പുഷ്പോത്സവം മാറും. എല്ലാവരെയും ഞങ്ങൾ തിരുവല്ല പുഷ്പോത്സവത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ വർഷത്തെ പുഷ്പമേള, തിരുവല്ലയിൽ നടക്കുന്ന പുഷ്പമേള തിരുവല്ല ഏറ്റവും നല്ലൊരു പുഷ്പമേളയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, തിരുവല്ല ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പുഷ്പമേളയാണ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത്. എല്ലാ ജനങ്ങൾക്കും വളരെ തൃപ്തികരമായ രീതിയിലാണ് ഇവിടെ പുഷ്പങ്ങളും അതുപോലെ തന്നെ ഭക്ഷണശാലകളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് തിരുവല്ല പുഷ്പോത്സവം അതിന്റെ ഗംഭീരമായ തുടക്കമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. തിരുവല്ലക്കാർക്ക് മനസ്സിന് കുളിർമ പകർന്നുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ നല്ല പുഷ്പങ്ങളും ചെടികളും ക്രമീകരിച്ചുകൊണ്ട് അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ ഹോട്ടലുകൾ, അങ്ങനെ വിവിധതരം സ്റ്റാളുകൾ, ഏകദേശം 60-ൽ പരം ശീതീകരിച്ച സ്റ്റാളുകളും മറ്റ് non-AC സ്റ്റാളുകളും ക്രമീകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പുഷ്പമേള നടത്തുന്നത്. നാളെ രാവിലെ 10 മുതലാണ് പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത്. വളരെ നന്ദി സർ. പുഷ്പമേളയെ പറ്റിയ സാറിന്റെ ഒരു അഭിപ്രായം ഒന്ന് പങ്കുവെച്ചേക്കുള്ളത്. പുഷ്പമേള, തിരുവല്ല പുഷ്പമേള എന്ന് പറഞ്ഞാൽ മധ്യതിരുവിതാംകൂറിലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പമേളയാണ് തിരുവല്ലയാണ്. ഏതാണ്ട് 2 ലക്ഷം ചതുരശ്ര അടിയിലുള്ള ഈ നഗരസഭാ മൈതാനം പൂർണ്ണമായിട്ടും നമ്മൾ പുഷ്പമേളയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 ഇഞ്ച് സ്ഥലം പോലും കാലിയില്ലാതെ മുഴുവൻ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കുടുംബാംഗങ്ങൾക്കായാലും ആസ്വദിക്കാൻ 10 ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്വാദനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടും തിരുവല്ല പുഷ്പമേള തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പമേളയാണ്. ജനങ്ങളൊക്കെ ആവേശത്തോടുകൂടി ഇപ്പം തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അവരെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ പൂർണ്ണ സജ്ജമായിട്ടുണ്ട്. നാളെ മുതൽ 23-ാം തീയതി മുതൽ പൂർണ്ണമായിട്ടും ജനങ്ങളെ ഇതിനകത്ത് പ്രവേശിപ്പിക്കാനാണ് തീരുമാനം. എല്ലാവരെയും ഈ തെക്കൻ കേരളത്തിലെ മധ്യതിരുവിതാംകൂറിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഇതിനുണ്ടാകണമെന്ന് പുഷ്പമേള സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി സർ.
നമുക്ക് നല്ലൊരു അനുഭവം തന്നെ തരുന്നതാണ്. ആകാശ വീതിയിൽ കറങ്ങി നടന്ന പുഷ്പങ്ങളും തിരുവല്ലയിലെ മുഴുവൻ സ്ഥലങ്ങളും കാണാം. ഇനിയുള്ള 10 ദിവസം ഉത്സവത്തിന്റെ ദിനങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതുപോലെ ഇനി എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാവും. നമ്മുടെ പുറകിൽ കാണുന്നതാണ് കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കലാപരിപാടികൾ, നല്ല നല്ല കലാപരിപാടികൾ ഉണ്ടാവും. ഈ 10 ദിവസവും ഉത്സവം തന്നെയായിരിക്കും. നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. നല്ല പുഷ്പങ്ങള് ഒക്കെ ഇവിടെ നന്നായി നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കണ്ട് ആഘോഷിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ എന്നെയും കാണാൻ കഴിയും, പുഷ്പങ്ങളെ കാണാൻ കഴിയും. മുൻ ചെയർമാനൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് പുഷ്പങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്നു. പുഷ്പങ്ങളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പുറത്തു നാടൻ പാട്ടിൻ്റെ ഒരു നല്ല ഒരു രീതിയിലുള്ള മ്യൂസിക്കുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പുഷ്പമേളയുടെ ഉദ്ഘാടന ദിവസം നമ്മളിവിടെ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളെല്ലാം കണ്ടു. പതാക ഉയർത്തൽ കഴിഞ്ഞു. ഗസ്റ്റിനെയൊക്കെ കണ്ടു. അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെ എന്റെ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുവരേക്കും സൈനിങ് ഓഫ് ബൈ ഡെന്നിസ്.